കേരള രാഷ്ട്രീയത്തിന്റെ ഗതിമാറ്റത്തിന് നാന്ദി കുറിക്കുമോ രാഹുൽ ഗാന്ധിയുടെ ആ വാക്കുകൾ? അന്തരിച്ച ജനനായകൻ ഉമ്മൻചാണ്ടിയുടെ കർമ്മഭൂമിയായ പുതുപ്പള്ളിയുടെ മണ്ണിൽ നിന്ന് രാഹുൽ ഗാന്ധി തൊടുത്തുവിട്ട വനിതാ മുഖ്യമന്ത്രി എന്ന ആശയം കേരളത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ പുതിയൊരു ചർച്ചാ വിഷയത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ്. കേരളത്തിന്റെ അടിത്തറ സ്ത്രീകളാണെന്നും ദീർഘവീക്ഷണത്തോടെ ചിന്തിക്കാൻ അവർക്ക് കഴിയുമെന്നുള്ള രാഹുലിന്റെ വാക്കുകൾ വെറുമൊരു പ്രഭാഷണത്തിനപ്പുറം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസിന്റെ തുറുപ്പുചീട്ടാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. സ്ത്രീകളാണ് കേരളത്തിന്റെ ഭാവി എന്ന് അദ്ദേഹം അടിവരയിട്ട് പറയുമ്പോൾ അത് കേവലം വാഗ്ദാനമല്ല, മറിച്ചൊരു രാഷ്ട്രീയ പ്രഖ്യാപനമായി മാറിയിരിക്കുന്നു. രാഹുലിന്റെ ഈ സ്വപ്നത്തിന് പിന്നാലെ വലിയ ആവേശമാണ് UDF ക്യാമ്പിലെ വനിതാ നേതാക്കൾക്ക്. കൊല്ലത്തെ UDF സ്ഥാനാർത്ഥി ബിന്ദു കൃഷ്ണയും തൃക്കാക്കരയിലെ UDF സ്ഥാനാർത്ഥിയും നിലവിലെ MLAയുമായ ഉമാ തോമസും ഈ പ്രസ്താവനയെ ഇരുകൈകളും നീട്ടിയാണ് സ്വീകരിച്ചത്. ഇന്നല്ലെങ്കിൽ നാളെ ഈ സ്വപ്നം യാഥാർത്ഥ്യമാകുമെന്ന് ബിന്ദു കൃഷ്ണ ഉറപ്പിച്ചു പറയുന്നു. രാഷ്ട്രീയ രംഗത്തെ വനിതകൾക്ക് രാഹുൽ ഗാന്ധിയുടെ ചിന്തകൾ വലിയൊരു പ്രചോദനമാണെന്നാണ് ബിന്ദു കൃഷ്ണയുടെ പക്ഷം. കോൺഗ്രസ് എന്നും സ്ത്രീകൾക്ക് അർഹമായ പരിഗണന നൽകിയിട്ടുണ്ടെന്നും എന്നാൽ CPMൽ അത്തരമൊരു മാറ്റം പ്രതീക്ഷിക്കേണ്ടതില്ലെന്നും അവർ തുറന്നടിച്ചു. ഒരു വനിതാ ജില്ലാ സെക്രട്ടറിയെ പോലും നിയമിക്കാൻ മടിക്കുന്ന പാർട്ടിയാണ് CPM എന്ന് അവർ പരിഹസിച്ചു. തൃക്കാക്കരയിൽ ജനവിധി തേടുന്ന ഉമാ തോമസും ഇതേ ആവേശത്തിലാണ്. ഇന്ദിരാഗാന്ധിയെ മാതൃകയാക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് ഓർമ്മിപ്പിച്ച അവർ അർഹതപ്പെട്ടവർക്ക് ലിംഗഭേദമില്ലാതെ സീറ്റ് നൽകുന്നതാണ് കോൺഗ്രസ് ശൈലിയെന്നും പ്രതികരിച്ചു. പ്രവർത്തിക്കാനുള്ള മനസ്സിനാണ് മുൻഗണനയെന്ന് അവർ കൂട്ടിച്ചേർത്തു. അതേസമയം രാഹുലിന്റെ വാക്കുകൾ ഇടതുപക്ഷ ക്യാമ്പുകളിൽ ചെറിയൊരു ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട്. KK ശൈലജയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടണമെന്ന ആഗ്രഹം വെച്ചുപുലർത്തുന്ന ഒരു വിഭാഗം ഇടത് അണികൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കാൻ ഈ നീക്കം സഹായിക്കുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. CPMനെ പ്രതിരോധത്തിലാക്കാനുള്ള രാഹുലിന്റെ ഈ തന്ത്രം എത്രത്തോളം ഫലിക്കുമെന്ന് വരും ദിവസങ്ങളിൽ അറിയാം. സ്ത്രീ സുരക്ഷയുടെ പേരിൽ കഴിഞ്ഞ ദിവസം പാലക്കാട് വെച്ച് കോൺഗ്രസിനെ കടന്നാക്രമിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുള്ള പരോക്ഷമായ മറുപടിയായും ഈ വനിതാ മുഖ്യമന്ത്രി പ്രയോഗത്തെ കാണുന്നവരുണ്ട്. വനിതാ ശാക്തീകരണത്തെക്കുറിച്ച് വാചാലമാകുമ്പോഴും കോൺഗ്രസിന് മുന്നിലുള്ള വെല്ലുവിളികൾ ചെറുതല്ല. ഇത്തവണ മത്സര രംഗത്തുള്ള 95 സ്ഥാനാർത്ഥികളിൽ 9 പേർ മാത്രമാണ് വനിതകൾ. ഇതിൽ ഭൂരിഭാഗവും സംഭരണ സീറ്റുകളിലാണ് എന്നത് ഒരു പോരായ്മയായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. എങ്കിലും പ്രിയങ്ക ഗാന്ധിയുടെ വയനാട്ടിലേക്കുള്ള വരവും രാജ്യസഭാ അംഗമായ JB മെത്തറുടെ സാന്നിധ്യവും കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വനിതാ പ്രാതിനിധ്യത്തിന് പുതിയൊരു മുഖം നൽകിയിട്ടുണ്ട്. വയനാട്ടിൽ നിന്നും പാർലമെന്റിലെത്തിയ പ്രിയങ്കയെ കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാണിക്കാൻ അണികൾക്കിടയിൽ വലിയൊരു വികാരം രൂപപ്പെടുന്നുണ്ട്. UDF അധികാരം പിടിച്ചാൽ മുഖ്യമന്ത്രി കസേരയ്ക്കായി വലിയ വടംവലി തന്നെ നടക്കാൻ സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിൽ പെൺപുലികൾ കേരളത്തെ നയിക്കുമോ എന്ന ചോദ്യം സോഷ്യൽ മീഡിയയിലും സജീവ ചർച്ചയായി കഴിഞ്ഞു.